ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു വെറൈറ്റി ചലഞ്ചാണ്, വിയർഡ് കോമ്പിനേഷൻ ഡ്രിങ്ക് ചലഞ്ച്. എന്ന് വെച്ചാൽ നമ്മൾ കുടിക്കാത്ത ടൈപ്പ് ഓഫ് കുറച്ച് ഡ്രിങ്കുകൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോവാ. നമുക്ക് എല്ലാം ഉണ്ടാക്കി തരും കൊച്ചു വെള്ളം. ചിലപ്പം ഇത് കേൾക്കുമ്പോഴത്തേനെ അയ്യേ എന്ന് തോന്നും, ചിലപ്പോൾ അച്ഛൻ അങ്ങനെ തോന്നും. പക്ഷെ ചിലപ്പോൾ കുടിക്കുമ്പോൾ അത് സൂപ്പർ ആയിരിക്കും. മനസ്സിലായോ? അതാണ് രണ്ടാമത്തെ റൗണ്ടിൽ നമ്മളെല്ലാം കൂടെ കുറെ ഐറ്റം ഉണ്ടല്ലോ. ഇപ്പൊ കോള, പെപ്സി, മിറണ്ട ഇതെല്ലാം കൂടെ ഒഴിച്ചിട്ട് കലക്കിയിട്ട് 3 ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യും. 3 പേരും കൂടെ അല്ല, അത് ഇവിടുന്ന് എണീക്കാൻ പറ്റുമോ ആദ്യം നോക്കി. ബക്കറ്റാണ്, അടപ്പുറത്താണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അതാണ് ഗൈസ് ചലഞ്ച്. നമുക്ക് സമയം കളയാതെ തുടങ്ങിയാലോ? തുടങ്ങാം, ആരംഭിക്കാം ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് ഗുവ സോഡ. ഇത് ഗുവയുടെ പൾപ്പാ. ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ സോഡയുടെ കൂടെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ചിലപ്പോൾ ഇത് അടിപൊളിയാവാൻ ചാൻസ് ഉണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് അത് പൾപ്പാണ് അതിന്റെ. അച്ഛൻ ടേസ്റ്റ് ചെയ്ത ഇങ്ങനെയാണോ തീർത്ഥം പഠിക്കുന്ന കണ പഠിക്കണ? അല്ലല്ലേ, ലൂസറായി. ഓക്കെ, മുളക് പൊടിയിലോട്ട് അങ്ങോട്ട് ഇങ്ങനെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ആ ചില്ലിയുടെ അതായത് ഇങ്ങനെ സിപ്പ് ചെയ്ത് അതെ. ഇനി നമുക്ക് ഗുവ അങ്ങോട്ട് ഒഴിക്കാം. അച്ഛന് മതിയാ? മോനെ വേണമെങ്കിൽ പറയണം കേട്ടാ. ഐസ് സോറി, ഐസ് ഇട്ടോ. ഇല്ല, ഐസ് വേണമെങ്കിൽ ഇട്ടാ മതി. ഇതിന്റെ എല്ലാത്തിനും തണുപ്പുള്ളതാ. ഇപ്പൊ തെറിക്കുന്നത് ആ മുളക് പൊടി പോകരുത്. ടേസ്റ്റ് ചെയ്യാം. കുടി. കൊള്ളാം മാമ. അച്ഛന്റെ മീശയില് മുളക് പൊടി അച്ഛൻ. അതൊരു വല്ലാത്തൊരു ഇതായി ചെറിയൊക്കെ തീർന്ന മുളക് പൊടി. കൊള്ളാം, പക്ഷെ ഒരു സുഖമുള്ള ടേസ്റ്റ് അല്ല അല്ലേ? മധുരം ഇല്ലാത്തോണ്ടോ എന്തോ കുറച്ചുകൂടെ ഷുഗറും കൂടെ കൊണ്ടുവരുന്നെങ്കിൽ കൊള്ളാൻ തോന്നുന്നു. 10-ൽ 7 മാർക്ക് കൊടുക്കാം. 7, 10-ൽ 7 അത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത ഐറ്റം ട്രൈ ചെയ്യാം. ഓക്കെ ഗൈസ്, അടുത്ത ഐറ്റം കോളയും കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. കോഫി പൗഡറും ഉപ്പറ കൊണാക്രി എന്ന് പറഞ്ഞ ഇത് സെറ്റാണിത്. അയ്യോ, എല്ലാ എനിക്ക് ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഒരു ഡൗട്ട്. അയ്യോ, എനിക്കെല്ലാം പേച്ചിനെ കാണണേ. ഐസ് എടുക്കച്ച കുറച്ച് കൂളായിട്ട് കിടക്കല്ലേ. കോഫി പൗഡർ ഇത് പാലൊഴിച്ചാ കുടിക്കാം, പക്ഷെ അതൊഴിച്ചിട്ട് പാലൊഴിച്ചാ. നമുക്ക് ഇതിനകത്ത് കോള മിക്സ് ചെയ്യാവേ. അമ്മച്ചി സെറ്റ്. ഇതെന്താ കുമ്പളം ഒന്ന് പൊട്ടുന്നച്ചാ. ഇത് എലിവിഷം കണ്ടായത്. ഇത് അച്ഛനുള്ളതാണ് കേട്ടാ. ഓ, നിറഞ്ഞു വരുന്നത്. ഇതിപ്പോ കറക്റ്റ് കോഫി കളറായി കേട്ടാ, നല്ല കോഫി കളറായി. ഇതിനകത്ത് കുറവാണ് അച്ഛാ, ഇതിനകത്ത് കുറച്ചുകൂടെ വഴി. അമ്മയ്ക്ക് എന്തൊരു കുറവ്. അടി പൂക്കുറ്റി കളഞ്ഞ്. പക്ഷെ ഇത് ഇങ്ങനല്ല ഇരിക്കേണ്ടത്. ഇതെന്തോ രാസപ്രവർത്തനം എന്തോ നടന്നെന്ന് തോന്നുന്നു കേട്ടാ. എന്റെ കളർ കണ്ട വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതെന്തിനാ നമ്മള് 3 പേര് നടത്തുന്നത് അറിയാവോ? പോണെ 3 പേർ കൂടെ ഒരാളായിട്ട് കിടന്ന് കഷ്ടപ്പെടണ്ടോ? അതുകൊണ്ട് അച്ഛാ ചിയേഴ്സ്. അമ്മ ടേസ്റ്റ് ചെയ്തോ? കാപ്പിപ്പൊടി ഉണ്ടായിരുന്നു. കോളയും കാപ്പിപ്പൊടിയും ഇട്ട ഒരു വേറൊരു ഫ്ലേവർ വരുന്നു. കുടിച്ചു നോക്ക്.
അല്ലേ? ഒരു കോൾഡ്, ഒരു തണുത്തൊരു വേറൊരു സാധനം. കടയിൽ ചെന്നിട്ട് കോഫി വേണ്ടെന്ന് പറയും. ഇത് മതി. കൊക്കക്കോള കോഫി കൊള്ളതില്ലാട്ടാ. ഇത് ആരും വീട്ടില് അനുകരിക്കരുത്. നമ്മൾ ഓക്കെ, നമുക്ക് അടുത്ത ഐറ്റത്തിലോട്ട് പോവാം. സ്പൈസി മാംഗോ സോഡ. ഇതാണ് നമ്മൾ അടുത്ത ഐറ്റം. മാങ്ങ പഴുത്തതാണ്, അളിഞ്ഞത്. പഴുത്ത മാങ്ങ ജ്യൂസ് അടിച്ചതാണ്. ഫസ്റ്റ് നമുക്ക് മുളക് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇടാം. എരിവൊക്കെ കുറച്ച് വേണം. അപ്പം എല്ലാത്തിനും 2 കഷ്ണം മുളക്. ഇത് എൻ്റെ പേര് പറഞ്ഞു കേട്ടാ, ഞാൻ കണ്ടുപിടിച്ചത്. ഫ്രഷ് മാങ്ങ നമ്മൾ മേടിച്ച് അടിച്ച് പൾപ്പാക്കി വെച്ചേക്കണേ. ഇതങ്ങോട്ട് ഇടുക. ഇതിനകത്ത് ഒരു തവി ഇട്ടോള്. ഇത് ഒരു തവി ഇട്ടോള്. ഏതിലാ? ഇത് നടുക്കിരിക്കുന്ന സാധനത്തിലേ അത് ഇടാൻ പോവാണ്. ഇട്ടല്ലേ? എനിക്കിത് സത്യത്തിൽ എനിക്കിത് വലിയ ഇഷ്ടമല്ല. നിങ്ങളാണ് പിടിക്കുന്നത്. നമ്മള് സ്പ്രൈറ്റ് ആണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. നമുക്ക് കുറച്ചും കൂടെ ഒരു മധുരം വരും. എല്ലാത്തിനും സൗണ്ട്. പറഞ്ഞു കളഞ്ഞല്ലോ. അതങ്ങനെ കിടക്കട്ടെ കുറച്ച്. എന്നാലും അതൊരു ആ മാംഗോ ഇങ്ങനെ മണ്ടയിലോട്ട് വഴണം. ഇത് താനെ മണ്ടയിലോട്ട് വരും. അടിക്കണ്ട, ഇത് അടിക്കാതെ ഇപ്പൊ വരും. നോക്കിക്കോ. എടി ഇവരുന്ന് മാത്രം എന്തിനു പൊങ്ങി കിടക്കുന്നതാ? എനിക്കാ പൊങ്ങി കിടക്കുന്ന മതിയേ. അത് വേറെന്തിനാണ് ഇരിക്കുന്നത്? എന്താ ആയിക്കോട്ടെ. ആ മിക്സ് അയച്ചാ ഇതെല്ലാം പരീക്ഷിക്കുക. അടേങ്കപ്പ. വീട്ടിലെ എലിശല്യൊക്കെ ഉണ്ടെങ്കിൽ ഇതോരോന്നും ഉണ്ടാക്കി വെച്ചെടുത്താൽ മതി. ഓക്കെ അച്ഛാ, ബാ ടേസ്റ്റ് ചെയ്ത് നോക്ക്. എടുക്ക. ആ കൊള്ളാല്ലേ? ഇത് കൊള്ളാം. ടേസ്റ്റ് ഉണ്ടല്ലേ? ടേസ്റ്റ് ഉണ്ട്. കറക്റ്റ് ആ മാംഗോയുടെ ഫ്ലേവർ സൂപ്പർ ആയിട്ട് കിട്ടുന്നത്. ആ സ്പ്രൈറ്റിന്റെ ഫ്ലേവർ വലുതായിട്ടില്ല. സ്പൈസി അങ്ങോട്ട് കൂടുതൽ വരുന്നില്ല. ആ എരി കുറച്ചല്ലേ ഇട്ടുള്ളൂ. ആ മാങ്ങയുടെ ഒരു വളവെളുപ്പില് മതി മതി വർണ്ണിച്ചത് മതി. മാങ്ങയുടെ വളവെളുപ്പില് ഇത് നമുക്ക് എത്ര മാർക്ക് കൊടുക്കാച്ചാ? ഇത് 10-9 കൊടുക്കും. 10-9 കൊടുക്കാം. അപ്പൊ നമ്മള് ലെമണും കോളയും കൂടെ വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് അടുത്തത് ട്രൈ ചെയ്യാൻ പോണത്. ഇനിയുണ്ട്, ഇനി ഓൾ മിക്സിങ് ഉണ്ട് കുറെ. പക്ഷെ അച്ഛൻ എല്ലാം കുടിക്കുന്നുണ്ട് കേട്ടാ. ഒരു ഇല്ല മറ്റേ കോളയുടെ അത് മാത്രമേ കുടിക്കാനുള്ളൂ, ബാക്കിയെല്ലാം ഫുൾ കുടിച്ചാ മിട്ടുക്കനാട്ടോ. വേസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല. വണ്ടർഫുൾ. എടുക്ക് ആ കോള എടുക്ക്. ആ കോള പുട്ട് ഐസ് ഫുൾ പുട്ട് ചിൽഡ് ഐസ്. അത്ര ഐസ് മതിയല്ലേ? അതിന്റെ അകത്തല്ല ലാസ്റ്റ് വന്നതെല്ലാം ഒഴിക്കല്ലേ. ആ ആ ആ മതി മതി. അടങ്ങടേ എന്തോ ഇത് ഇട്ട് കൂടെ ഒഴിച്ചിട്ടുണ്ട് പോരെ. അത് മതി കഴിച്ചാ മതി. കോള ഇങ്ങോട്ട് ഒഴിക്കാം. അച്ഛ എടുത്ത് കുടിക്കല്ലേ, ഇനിയുണ്ട് ഐറ്റം കേട്ടാ. ഇനിയാണ് പ്രവർത്തനം വരാൻ പോണ. ഉപ്പുണ്ട്. അച്ഛേ ഇത് സൂപ്പർ ആയിട്ടായിരിക്കും അച്ഛാ. പിഞ്ച് ഓഫ് സോൾട്ട്. അതിന് അങ്ങറ്റൊരു അടി കൂടെ അടിച്ചു. ഇതിന്റെ രാസപ്രവർത്തനം കഴിഞ്ഞിരിക്കുക. ലെമണിന്റെ സ്മെല്ല ഫ്രണ്ട് ഇരിക്കുന്ന. കൊള്ളാവോ? ഞാൻ കുടിച്ചില്ല, അച്ഛൻ പറയുന്നത് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു ചാൻസ് ഇല്ല. ഞാൻ കുടിച്ചോട്ടെ.
ഉപ്പും മധുരവും വലിയ കുഴപ്പമില്ലല്ലേ? എല്ലാം കൂടെ ഉണ്ട്. എല്ലാം ഉപ്പും കൂടെ മധുരവും പുളിയും. ഉപ്പും മധുരവും പുളിയും. നമ്മള് സോഡാ നാരങ്ങളും കുടിക്കത്തില്ല, അതിന്റെ വേറൊരു ഉപ്പിട്ട സോഡ നാരങ്ങളും. ദാഹത്തിന് ഏറ്റവും ബെസ്റ്റ് സാധനം. പിന്നെ ഒരിക്കലും ദാഹിക്കേണ്ടി വരില്ല. നീ ഇത് ഈ നല്ല ഇപ്പം പെരുമഴയില്ലേ, ഈ ചൂട് സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി ഒന്നും പാഴി പോലെ എല്ലാം കുടിച്ചേ. ഇത് വയറ് കേടാവോ വെച്ചാ? അല്ലേലും കേടായിരിക്കുക. ടേസ്റ്റ് ഉണ്ടോന്ന് വെച്ചാ ടേസ്റ്റ് ഉണ്ട്. എന്തിന്റെ ഫ്ലേവറാന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല. കുടിക്കുമ്പം സ്മെല്ല് ചെയ്യുമ്പോൾ നാരങ്ങയുടെ ഫ്ലേവർ ഉണ്ട്, പക്ഷെ ടേസ്റ്റ് ചെയ്യുമ്പം കോളയുടെതല്ല. അച്ഛന് ഗ്രന്ഥിയൊന്നുമില്ല, അത് നോക്കണ്ട. ഇത് ഇങ്ങോട്ടേക്ക് എന്തും പോവും. അച്ഛൻ കുടിച്ച കൊള്ളാടേത്. പിന്നെ വലിയ കുഴപ്പമില്ല, കുടിക്കാനൊക്കെ പറ്റും. 10-6 മാർക്ക്. ഒരു 10-6 മാർക്ക്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ അടുത്തത് ഉണ്ടാക്കുന്നത് പുളിസോഡ. പുളിസോഡ ഇത് ഇൻസ്റ്റയിലൊക്കെ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റം ആയിരുന്നു ഒരു ടൈമിൽ. ഞാൻ ഇതുവരെ ട്രൈ നോക്കിയിട്ടില്ല, കാരണം ഇത് കാണുമ്പോഴേ ഇതൊരു സെറ്റപ്പ് തോന്നും. അത് എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് സംഭവം എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. പക്ഷേ പുളി സാധാ പുളിയാണ് കേട്ടോ, സാധാ പുളി. പക്ഷെ ഇത് കിടിലും ഐറ്റമാണ്. കുറച്ച് ഒഴിച്ചു, കുറച്ച്. ഓക്കെ ഇതങ്ങോട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ഫുള്ള് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചാൽ കുറച്ച് മുളക് ചതക്കും ഇങ്ങോട്ടിട്ടാണ്. പച്ചമുളക് ചതക്കത്. ഇനി 2 മുളക് കേട്ടാ മുളകിട്ട് കടവളയെ ഇതെന്തരാവോ എന്തോ. ഇത് ഈ ബംഗാൾ പയ്യന്മാരെ ഫേവറേറ്റ് ഡ്രിങ്കാണ്. മാതിരി ഇതങ്ങോട്ട് കലക്കി ഒഴിച്ച് സോഡ ഒഴിച്ച് മാക്കാണ് അടിക്കുന്നത്. അമ്മാരെ ഇത് കണ്ടുപിടിച്ചത്. നാരങ്ങ അങ്ങോട്ട് പിച്ച് ഒഴിക്കും. കുറച്ച് ചതച്ച ഇഞ്ചി ഇട്ടോ, ഉപ്പ് ഇട്ടോ, ഫുൾ ഇട്ടോ. സോഡ ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ കുടിക്കണം, അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം. മതി. കക്കൂസിന്റെ വാതിൽ തുറന്നിടൂ, ഞാൻ എന്താ വരുന്നു. ഇനി നമുക്ക് അങ്ങോട്ട് സോഡ അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് ഒഴിക്കാം. ഓ അച്ഛാ കുടി ഇപ്പൊ വേണം കുടിക്കാൻ. കുടി. ഞാൻ കുടിക്കട്ടെ. വേണ്ട, അമ്മ കുടി. ഇന്ന് എല്ലാരും കുടിക്കണം. ഓ ഭയങ്കര പുളി, നാരങ്ങ പുളിപ്പ്. എന്റെ പുളിച്ച് ഇവിടെ എല്ലാം പുളിക്കുന്നു. അച്ഛാ ഇത് ഉമ്മാരെ സോഡ കൂടെ ഒഴിച്ചിട്ട് ഒറ്റയടിക്ക് കുടിക്കും എല്ലാം. രസമായല്ലേ? രസമായി ചേട്ടാ. ഇത് കുടിക്കുന്ന അതെന്തരൊക്കെ തീരുമാനമാവും അച്ഛനെ. വയറ്റിന് ഇപ്പൊ തന്നെ ഗുളുഗുളു ഒരുമാതിരി. നമ്മുടെ മെയിൻ പരിപാടി തുടങ്ങാം, മിക്സിങ്. കമോൺ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ കണ്ട സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോകണം. ഇതാരാ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്ന? ഞാനാ? കുഴപ്പമില്ല, ഞാൻ. അപ്പോൾ ഗൈസ് നമ്മൾ കോള എടുത്തിട്ടുണ്ട്, പിന്നെ വേണ്ട മൗണ്ടൻ ഡ്യൂ ഉണ്ട്, മിറണ്ട ഉണ്ട്, സ്ലൈസ്, അതുപോലെ പ്രെഡേറ്റർ, പിന്നെ ആപ്പിൾ ഫിസ് ബി, മാംഗോ ഫ്രൂട്ടി, ഡ്രിങ്കോ, തംസപ്പ്, 7up. സ്റ്റിങ് നമ്മൾ എടുക്കുന്നില്ല, സ്റ്റിങ് വേണ്ട. സ്റ്റിങ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് മിക്സ് ചെയ്യാൻ പോലും ഇത് കൊള്ളത്തില്ല, അത്രയ്ക്ക് വേസ്റ്റ് ആയിട്ടൊരു സാധനമാണ്. അത് ഞാൻ അറിയാതെ അങ്ങ് മേടിച്ചതാണ്. ഇത് ഒരുമിച്ച് അങ്ങ് മേടിച്ചു പോയി എല്ലാം കൂടെ. ആരും മേടിച്ച് കുടിക്കരുത് ഈ സാധനം. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് പോലും കൂട്ടുന്നില്ല. അത് മാറ്റിയേക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് തുടങ്ങിയല്ലോ ചാ? തുടങ്ങാം. അപ്പം ഓരോ ഐറ്റം വെച്ച് എടുത്തോളൂ. സൗണ്ട് ഇല്ല. ഫുള്ളടിക്കോ? കൊള്ളുമായിരിക്കും. ഇത് മിക്കവാറും ഇതിനകത്ത് എല്ലാം കൂടെ കൊള്ളുമെന്ന് തോന്നില്ല. അമ്മ എടുത്തൊഴിച്ചോ? ഇത് ഒഴിക്കട്ടെ. ഓ കോള ഈശ്വര എന്തരാ. 3 ഒഴിച്ചോ? ഓക്കെ.
നിറഞ്ഞ കേട്ടാ. ഡ്രിങ്കോ പൈനാപ്പിളിന്റെ ഫ്ലേവർ ആട്ടോ. എല്ലാ ഫ്ലേവറും ഉണ്ട്. കിടക്കട്ടെ. അത് ഏതിന്റെ ഗുളുഗുളു? Oh my God. മിറണ്ട മൗണ്ടൻ ഡ്യൂ. ഓക്കെ, കുറച്ച് സ്ലൈസ്. എല്ലാം കറക്റ്റ് ഈക്വൽ ആയിട്ട് ഒഴിച്ചാലേ ആ ഒരു ഏതാ ഫ്ലേവർ എന്ന് കറക്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ മറ്റേ തംസ് അപ്പ് ഒഴിച്ചതാന്ന് തോന്നുന്നു, അതിന്റെ കളറാ നിൽക്കുന്നല്ലേ. ഇളക്കാം. ചെറിയ പാത്രത്തിൽ എടുത്തിട്ട് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. അച്ഛന് ഇത്ര മതി. എല്ലാരും കൂടെ ഒരുമിച്ച് കുടിക്കാം. മുമ്പേ കുടിച്ചിട്ട് ഭയങ്കര സ്മെല്ല് കേട്ടാ. എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഹ്യൂജ് ഫ്ലേവർ മൂക്കിനകത്ത് അട്ടിച്ച് കയറുന്നത്. വീട്ടിലെ അതിഥികളൊക്കെ വരുമ്പോ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണമല്ലോ. ആ പ്രെഡേറ്റർ ഇല്ലേ ആ സാധനം, ആ സാധനത്തിന്റെ സ്മെല്ലൊക്കെ കയറിയിരിക്കുന്ന. അതും ഈ ഹാപ്പി ഫിസ് ഇല്ലേ, ഈ ഹാപ്പി ഫിസ് ബി, ഈ സാധനത്തിന്റെ മണം മാറ്റം, നല്ല മാറ്റം. കൊള്ളാവോ? എനിക്ക് കുടിച്ചാൽ പോലും തോന്നില്ലത്. ടോണിക്ക് ടോണിക്ക് അമ്മ സിങ്കി തുപ്പി, സോറി. വൃത്തിയുടെ സാധനം വെറും കച്ചറ. എന്തിനു പറഞ്ഞ സൂപ്പർ സാധനം. ഒരു ഭയങ്കര ഫ്ലേവറും ഒരു വൃത്തിയായിട്ടൊരു സ്മെല്ലും കേട്ടാ. കുടിക്കാൻ പോലും തോന്നില്ല. എല്ലാം നടപ്പായിരുന്നു. നമ്മളെന്തായാലും ചുമ്മാ ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പൊ ഇതായാലും വീട്ടിൽ ട്രൈ ചെയ്യരുത്. ഇത് കുറച്ച് ഒഴിച്ച് നോക്കാം. സ്റ്റിങ് ഒഴിക്കുമ്പോൾ ഇതിന്റെ കളർ മാറുമെന്ന് നോക്കാവേ. ചില കളർ ഇതിന്റെ കൂടെ ഇത് ചേരുമ്പോൾ വേറെ കളർ ഒന്നുണ്ട്, മാറുമെന്ന് നോക്കട്ടെ. ടർപ്പൈ കുടിക്കില്ല ചാ, അത് കുടിക്കില്ലേ. എന്തിനു കിട്ടിയാലും അപ്പഴ എടുത്തോളാം കൂറ്റായി. ഏകദേശം എന്തായാലും അതായിരുന്നു ഇതിനകത്ത് അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാ? എനിക്ക് മാങ്കോട. എനിക്ക് മാങ്കോട. പിന്നെ അതില് പുളിവെള്ളം കലക്കിയത് ഇതിന്നും കൊള്ളായിരുന്നു. ആ ഒരു പുളിവെള്ളം ഇതിന്നും കൊള്ളായിരുന്നു. കുടിക്കാനും പറ്റി. പുളി നമ്മള് പുളി ഇച്ചിരി കുറച്ചിട്ട് നാരങ്ങ ഒഴിച്ചിട്ട് ബാക്കി സെറ്റ് ആക്കിയാൽ മതിയായിരുന്നു. ഏകദേശം അത്രയുള്ള എന്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.